ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പല്ലേ? ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. ടെലിഗ്രാം ആപ്പ് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം അതിനെ ബാൻ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഉത്തരവിടുന്നു ഓരോ രാജ്യങ്ങളും. ഇന്ത്യ അടക്കം എല്ലാ രാജ്യങ്ങളും തന്നെ, ഒട്ടുമിക്ക രാജ്യങ്ങളും തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ടെലിഗ്രാമിൻ്റെ സിഇഒയും ഓണറുമായ പാവൽ തുറോവ് അദ്ദേഹം ഓഗസ്റ്റ് 24-ന് പാരീസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. അപ്പോൾ ടെലിഗ്രാമിനെ കുറിച്ച് നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ആപ്പുകളിലൊന്നാണ് ടെലിഗ്രാം എന്നത്. 2024 ജനുവരിയിലെ കണക്കനുസരിച്ച് 2024 ജൂലൈയിലെ കണക്ക് പ്രകാരം ഏകദേശം 950 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളുണ്ടെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതിൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ളത് ഇന്ത്യയിൽ നിന്നുമാണ് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ടെലിഗ്രാം. അതായത് ഈ ടെലിഗ്രാമിലേക്ക് ആളുകളെ കൂടുതൽ ആകർഷിച്ചത് സുരക്ഷതയും അതായത് നല്ല സുരക്ഷിതത്വമൊക്കെ ഉണ്ടെന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ടെലിഗ്രാമിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിച്ചത്. അതായത് വോയിസ് അയക്കുവാനും വീഡിയോ കോൾസ് ചെയ്യുവാനും ഫയലും ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുവാനും മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യുവാനും അങ്ങനെയൊക്കെ നിരവധി ഇതിലുള്ളത് കൊണ്ടാണ് കൂടുതൽ ആളുകളും സുരക്ഷയൊക്കെ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ ആളുകളും ടെലിഗ്രാമിലേക്ക് ആകർഷിതരായത്. ടെലിഗ്രാമിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 2013-ലാണ് ടെലിഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2013 iOS-നായിട്ട് ഓഗസ്റ്റ് 14-നും ആൻഡ്രോയിഡിനായിട്ട് ഒക്ടോബർ 30-നും 2013 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സഹോദരങ്ങളായ നിക്കോളസ് തുറോവും പാവൽ തുറോവും ചേർന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പാവൽ തുറോവാണ് ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സിഇഒ എന്ന് പറയുന്ന പാവൽ തുറോവാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2014-ലൊക്കെ ആയപ്പോഴേക്കും ജർമ്മനി ആയിരുന്നു ഇതിൻ്റെ ആസ്ഥാനം. ബെർലിനായിരുന്നു ജർമ്മനിയുടെ ക്യാപിറ്റൽ. പിന്നീട് 2017 ദുബായിലേക്ക് മാറ്റി ആസ്ഥാനം. ഇപ്പോൾ കമ്പനി പ്രവർത്തിക്കുന്നത് ദുബായിലാണ് ടെലിഗ്രാം. പിന്നീട് അങ്ങോട്ട് പെട്ടെന്നായിരുന്നു ടെലിഗ്രാമിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. 2023 ജനുവരി ആയപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ഒരു ആപ്പ് എന്നത്, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്പ് ടെലിഗ്രാം ആയിരുന്നു. അങ്ങനെ പെട്ടെന്നായിരുന്നു ടെലിഗ്രാമിൻ്റെ ഒരു വളർച്ച എന്നത്. പിന്നീട് നടന്ന സംഭവവികാസങ്ങൾ, അതായത് സുരക്ഷിതത്വത്തിൻ്റെ പേരിലാണല്ലോ ഈ ആപ്പ് പോപ്പുലർ ആയതെങ്കിൽ പിന്നീട് സുരക്ഷിതയില്ലായ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയും വിവിധ സർക്കാരുകൾ ഓരോ അന്വേഷണങ്ങൾക്കൊക്കെ ഉത്തരവിടുകയും ചെയ്തു. അതായത് ഇന്ത്യയിൽ തന്നെ ചൂതാട്ടം, കൊള്ളയടിക്കൽ, ഷെയർ മാർക്കറ്റ് വഞ്ചന എന്നിവയെല്ലാം ഈ ആപ്പ് ഉപയോഗിച്ച് എന്നീ ക്രിമിനൽ കുറ്റങ്ങൾക്കെല്ലാം ഈ ആപ്പ് ഉപയോഗിക്കുന്നുവെന്ന് കണ്ടതോടുകൂടിയാണ് ഇന്ത്യയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മറ്റ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ടെലിഗ്രാം വഴി അശ്ലീല ചിത്രങ്ങൾ വിതരണം ചെയ്തു എന്ന കേസിലാണ് അദ്ദേഹത്തിനെതിരെ സിഇഒയ്ക്കെതിരെ കേസെടുത്ത് ഇപ്പോൾ പാരീസിൽ അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു ഓഗസ്റ്റ് 24-ന്. അങ്ങനെ നിരവധി കേസുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതോടുകൂടിയാണ് ടെലിഗ്രാം ഇപ്പോൾ ബാൻ ചെയ്യാനൊരുങ്ങി ലോകരാജ്യങ്ങളിങ്ങനെ നിൽക്കുന്നതിന് പ്രധാന കാരണം. ഏകദേശം 950-ലധികം ദശലക്ഷത്തിലധികം ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നത് തന്നെ. അതിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ളതും. ലോകത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ 5-ാം സ്ഥാനമാണ് ടെലിഗ്രാമിനുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, അതായത് ഏറ്റവും 1-ാം സ്ഥാനത്തുള്ളത് വാട്സപ്പ്, 2-ാം സ്ഥാനത്തുള്ളത് ഫേസ്ബുക്ക്, 3-ാം സ്ഥാനത്തുള്ളത് ചൈനയുടെ ഒരു ആപ്പാണ്, 4-ാം സ്ഥാനത്തുള്ളത് ഇൻസ്റ്റഗ്രാം, 5-ാം സ്ഥാനത്ത് ടെലിഗ്രാം എന്നത്. അങ്ങനെ ടോപ്പ് 5-ൽ നിൽക്കുന്നൊരു സോഷ്യൽ മീഡിയ ആപ്പാണ് ടെലിഗ്രാം എന്നത് ആളുകൾ ഉപയോഗിക്കുന്നതിൽ. അങ്ങനെ ഒരു ടെലിഗ്രാമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓണറും സിഇഒയുമായ പാവൽ തുറോവ് അറസ്റ്റിലായിരിക്കുന്നു. അങ്ങനെ സുരക്ഷിതയുടെ പേരിൽ കൂടുതൽ ആളുകൾ സ്വീകരിച്ച ഈ ആപ്പ് ഇപ്പോൾ സുരക്ഷിതയില്ലാത്തതിൻ്റെ പേരിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാൻ ചെയ്യാനൊരുങ്ങി ലോകരാജ്യങ്ങളിങ്ങനെ തയ്യാറെടുക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.